താങ്കളിലേക്ക് വരാം. അനിൽ, അങ്ങനെയുള്ള കണക്ക് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇപ്പോൾ ജയകുമാർ പറഞ്ഞതിനെയാണോ അതോ ശ്രീ എം ജയചന്ദ്രൻ സാർ പറഞ്ഞതിനെയാണോ താങ്കൾ വിശ്വാസത്തിലെടുക്കുന്നത്? നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത് ശബരിമലയിലെ ആഗോള തട്ടിപ്പ് സംഗമത്തിൽ പങ്കെടുത്ത് ഒരു പേപ്പർ അവതരിപ്പിച്ച ജയകുമാർ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം പറഞ്ഞ തന്നെ ആവാനാണ് കൃത്യതയ്ക്ക് സാധ്യത. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഏകദേശം 8 കോടി രൂപയ്ക്ക് അടുത്ത് ചെലവാകുകയും 500ഓളം പ്രതിനിധികളെ പലയിടത്തു നിന്ന് കൊണ്ടിരുത്തുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ മഞ്ജുഷ നമ്മൾ നോക്കണം, ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു കണക്കനുസരിച്ച് 8 കോടിയെ 500 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ 1,60,000 രൂപ വെച്ച് ഒരു പ്രതിനിധിക്ക് ചെലവായി എന്ന് പറയുന്നു. ഒരു ദിവസത്തേക്ക് അല്ലെ 3 ദിവസത്തേക്ക്, തലേ ദിവസവും പരിപാടി നടന്ന ദിവസവും അടുത്ത ദിവസത്തേക്ക് ഒരു വ്യക്തിക്ക് 1,60,000 രൂപയാണ് ചെലവായതായിട്ട് കാണുന്നത്. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, ഈ അവര് അയ്യപ്പ വിശ്വാസികളാണെന്ന് പറയണ്ട കേട്ടോ നമുക്ക്. കാരണം ഞാൻ അവിടെ പോയതാണ് അയ്യപ്പ സംഗമത്തിൽ. കുറേയേറെ പേർ സർക്കാർ ജീവനക്കാരായിരുന്നു. അവരെ കൊണ്ടുവന്ന് ആ വേദി നിറയ്ക്കുകയാണ് ഉണ്ടായത്. ഈ പറയുന്ന പോലെ 3000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു, വിദേശത്ത് നടക്കം. അതൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. അയ്യപ്പ വിശ്വാസികൾ എന്ന് തോന്നുന്ന സഹകരണ ബാങ്കിലെ ജീവനക്കാരും ദേവസ്വം ബോർഡിലെ CITUവിന്റെ നേതാക്കന്മാരും വന്നിരുന്ന കണക്കാണ് 500. അതാണ് 8 കോടിയെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,60,000 രൂപ വെച്ചാണ് ഒരാൾക്കായത്. അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് മഞ്ജുഷ് ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, സർക്കാർ ഇതുമായിട്ട് എന്താണ് ബന്ധം? ഏതെങ്കിലും മെച്ചമുണ്ടായാൽ അതെല്ലാം ഞങ്ങളുടെ മിടുക്ക് എന്ന് സർക്കാരും, ഏതെങ്കിലും മോശമുണ്ടായാൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ കുഴപ്പമെന്ന് അവർ വീണ്ടും പറയുന്ന ഒരു പ്രവണതയാണ്. നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. കുമരകത്തെ ഹോട്ടലുകൾ, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി. ആ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ബില്ലായിട്ടുള്ള 37,25,752 രൂപയുടെ ബില്ല് ആരുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ഈ തുക എഴുതിയിരിക്കുന്നത്. ഓർക്കണം, ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥനല്ല, സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ 37,25,000 ചില്ലുവാൻ രൂപ എഴുതി. അതേ സ്ഥാനത്ത് ദേവസ്വം ബോർഡിന്റെ പേരിൽ എഴുതിയിരിക്കുന്നത് വെറും 25,300 രൂപയാണ്. ഇവിടെ തന്നെ തട്ടിപ്പാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയില് ഈ ആഗോള തട്ടിപ്പ് സംഗമം നടക്കാൻ പോകുന്ന സാഹചര്യത്തില് ഞങ്ങളുടേതുൾപ്പെടെയുള്ള വിവിധ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ സമീപിക്കുകയും ഇതൊരു ആസൂത്രിതമായ കൊള്ളയ്ക്കുള്ള പദ്ധതിയാണെന്ന് പറയുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് പറഞ്ഞു. ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ പറഞ്ഞത് വലുതായിട്ട് എടുക്കാതെ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ചില മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിന് അനുവാദം കൊടുത്തത്. എന്തൊക്കെയായിരുന്നു അതിനകത്തെ അനുവാദങ്ങൾ? ദേവസ്വത്തിന്റെയും സർക്കാരിന്റെയും പണം ഉപയോഗിക്കരുത്, കണക്കുകളിൽ സുതാര്യത ഉണ്ടാകണം, മൂന്നാമത്തെ 45 ദിവസത്തിനകം കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കണം. ഈ 3 കാര്യങ്ങളിലും പൂർണ്ണമായും പരാജയപ്പെട്ടില്ലേ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സർക്കാർ? 3 കാര്യങ്ങളിലും പരാജയപ്പെട്ടു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇപ്പോൾ ഈ ഓഡിറ്റ് ചെയ്തിരിക്കുന്ന വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ ആഗോള തട്ടിപ്പ് സംഗമത്തിന്, ഞാൻ ആ വാക്കേ പറയൂ, അയ്യപ്പ സംഗമം എന്ന് ഞാൻ പറയില്ല, ആഗോള തട്ടിപ്പ് സംഗമത്തിന്റെ ഓഡിറ്റ് നടത്തിയിരിക്കുന്നത്. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? പ്രധാന വേദി ഊരാളുങ്കൽ സൊസൈറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 ഓഗസ്റ്റ് 8 ചേർന്ന ദേവസ്വം ബോർഡിന്റെ യോഗം നവംബറിൽ കാലാവധി തീരാൻ പോകുന്ന പ്രശാന്തിന്റെ ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് ഓഗസ്റ്റ് 8 ചേർന്ന ബോർഡ് തീരുമാനം അനുസരിച്ചുകൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് ഈ തട്ടിപ്പ് സംഗമത്തിന്റെ എല്ലാവിധമായ പണികളുടെയും കോൺട്രാക്ട് കൊടുത്തിരുന്നത്. അവിടെ തന്നെ തട്ടിപ്പ് തുടങ്ങിയാണ്. പക്ഷേ ഇവിടെ ശ്രീ ജയേന്ദ്ര സാർ പറഞ്ഞ അദ്ദേഹം ആധികാരികമായിട്ട് തന്നെ അത് പറയുകയാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് 7 കോടി രൂപ ചെലവായിട്ടില്ല എന്ന്. അദ്ദേഹം പറയുന്നതിന്റെ മാനദണ്ഡമൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് എവിടുന്നെങ്കിലും വാട്സാപ്പ് സർവകലാശാലയിൽ നിന്ന് കിട്ടിയതായിരിക്കും CPMന്റെ, അല്ലാതെ യാതൊരു ആധികാരികത ഒന്നുമില്ല. ശരി, ശ്രീ എം ജയചന്ദ്രൻ അതിനുള്ള മറുപടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.